ഹലോ മൈ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നിയർലി 40 ഡേയ്സ് കൂടിയല്ലേ ഉള്ളൂ ബാക്കി നീറ്റിനായിട്ട്. അപ്പോൾ ഒരു പ്ലാനൊക്കെ ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ, ഇപ്പോൾ ബ്രില്യനിലെ സ്റ്റുഡൻസിന് അറിയാവുന്ന പോലെ ബ്രില്യനിൽ ഇപ്പോൾ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു എക്സാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ടോപ്പിക്ക് മോഡൽ എക്സാം തുടങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം മാർച്ച് അവസാനിക്കാനായി. ഇനി ഏകദേശം ഒരു 1 മന്ത് കൂടി ഉള്ളൂ നീറ്റിന് വേണ്ടിയിട്ട്. സോ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കേണ്ടതെന്ന് ഞാൻ പറയാനാരില്ല, കാരണം എനിക്ക് തന്നെ നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ജസ്റ്റ് എന്തുകൊണ്ടൊന്ന് വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇങ്ങനെ എന്താ പറയുന്നത്, വേറൊരു ഹോബീസും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു 1 ഇയറും കഴിഞ്ഞ 1 ഇയർ ഇപ്പോൾ ഞാൻ റിപ്പീറ്ററാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞാനൊരു 40 ഡേയ്സ് പ്ലാൻ ചെയ്തു പഠിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 3 ചാപ്റ്റർ വെച്ചിട്ടാണ്, 3 ചാപ്റ്റർ അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പിന്നെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇന്നിപ്പം ഏകദേശം ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എക്കോളജി. ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് ലൈവ് നമ്മൾ ഫോൺ ഓൺ ആക്കി വെച്ച് ലൈവ് ആക്കി ഇട്ടിട്ട് പഠിച്ചാലുണ്ടല്ലോ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ആൻഡ് അത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. അങ്ങനെ ഒരു ചാപ്റ്റർ ഇപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എക്കോളജി മൊത്തത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബയോളജി പിന്നെ ഒരു കെമിസ്ട്രി ചാപ്റ്ററും കൂടി ഇന്ന് നോക്കണം. ഞങ്ങൾക്ക് ഡേ ആഫ്റ്റർ ടുമാറോ ഉണ്ട്, എക്സാം ഉണ്ട്. ബ്രില്യനിലെ എക്സാം ഉണ്ട്. +2 ഫുൾ ടോപ്പിക്കാണ് എക്സാം വരുന്നത്. പിന്നെ എന്താ പറയുക, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. ഓൺലൈൻ സ്റ്റുഡൻസും ഓഫ്ലൈൻ സ്റ്റുഡൻസും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നല്ലൊരു പ്ലാനൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ എജുപോഡിൽ ഒരു ലൈവ് കാണുന്നുണ്ട്, എവല്യൂഷൻ. അത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, എനിക്ക് എവല്യൂഷൻ അത്യാവശ്യം നല്ല ടഫാണ്. എനിക്ക് +2 ബയോളജിയിൽ ഏറ്റവും ടഫായിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എവല്യൂഷനും ഒന്ന് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ബാക്കി ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എനിക്കും ഇപ്പം തന്നെ മോഡൽ എക്സാംസിനും കാര്യങ്ങൾക്കും ഈ ബയോളജിയിൽ മാർക്ക് പോകുന്നത് നെഗറ്റീവായിട്ട് വരുന്നത് ഫുള്ളും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഇടലും. പിന്നെ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക, ഹോപ്പൊന്നും വിടണ്ട. ഇപ്പോൾ എന്താ പറയുക, പഠിച്ചോൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെ തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുക്കുക, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഞാൻ ആക്ച്വലി നല്ല ടെൻഷനാണ് കേട്ടോ. സോ ഇങ്ങനെയൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, കൂടുതലൊന്നും ഇല്ല. വെറുതെ ഒരു എന്താ പറയുക, ഇങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടിട്ട് പോയതാണല്ലോ ഞാൻ. എന്നെ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഇന്നായിരിക്കും ഒരു ലോങ് വീഡിയോ ചെയ്യണത്. അല്ലാണ്ട് വേറെ ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വോയിസ് ഓവറൊന്നും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നല്ലോണം പഠിക്കുക. ഇൻഷാ അല്ലാഹ്. ഗിവ് യുവർ ബെസ്റ്റ്. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. താങ്ക് യു.